ഇനി ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു, കുറേ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ കുഴച്ച് വെച്ചേക്കാണെന്ന്. അതിൻ്റെ സൈഡ് എഫക്റ്റിലാണ് ഇന്നത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 7 മണിക്ക് ക്ലാസ്സിൽ ഇറങ്ങിയതാണ്. പാകത്തിരി പച്ചവെള്ളം കുടിച്ച് ഇറങ്ങിയേ. ഞാൻ വിചാരിച്ച് വിശപ്പ് സഹിക്കാൻ പറ്റുമെന്നാണ്, പറ്റണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയി ഫുഡ് കഴിച്ചേ. 7 മണിക്കൊരു ക്ലാസ് തുടങ്ങി, അത് കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോൾ അടുത്ത ക്ലാസ് തുടങ്ങി, പിന്നെ 10:30 അടുത്ത ക്ലാസ് തുടങ്ങി. ഒരു ക്ലാസ് കഴിഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റ് ഓടി കതച്ച് 5-6 ക്ലാസ് ഒന്ന് കൂടി. എൻ്റെ അമ്മോ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട് സർജറി. അതും കൂടി കഴിഞ്ഞാലാണ് ഇന്നത്തെ വെടിക്കെട്ട് കഴിയുക. ഓ, റിയലി അമേസിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു ദിവസമായിപ്പോയി. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ക്ലാസ്, അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ. അത് 3 മണിക്കൂറുണ്ട്. 1:15 തൊട്ട് എത്ര മണി വരെയാ? 3:45 വരെ ഗംഭീര ക്ലാസ്. അതൊക്കെ 1:15 ഞാൻ 1:15 ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. കാരണം 1 മണിക്കൊരു ക്ലാസ് കഴിഞ്ഞപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. കാരണം വയറ് ബ്ലോട്ടായി തുടങ്ങി. പിന്നെ ആ ക്ലാസ്സിൽ പോയിരുന്ന് പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. ആ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കണു. ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയല്ലേ? നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഉറക്കം തൂങ്ങി പോകുന്നതിൽ എന്ത് രസം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കുമിഞ്ഞു കൂട്ടി ഒരു ദിവസം ശ്വാസം മുട്ടിപ്പിക്കണം നമ്മളെ തന്നെ. ആ ശ്വാസം മുട്ടലിൽ നമ്മൾ എങ്ങനെയും പിടിച്ചു കയറി രക്ഷപ്പെടണം. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ എല്ലാ ക്ലാസ്സിലും എത്താൻ പറ്റുമെന്ന്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറ്റൻഡൻസ് ഞാൻ പഠിക്കുന്ന കോളേജിൽ നിർബന്ധമാണ്. അതിൽ വേറെ ചോദ്യം ഉത്തരം ഒന്നുമില്ല. ഒരു ആബ്സെൻസ് കുഴപ്പമില്ല, അതിലും കൂടുതൽ പറ്റില്ല. ഞാൻ പിന്നെ പല സാഹചര്യങ്ങളിൽ എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. ഇനി ആകെ 1-2 സബ്ജക്റ്റിനെ ഈ പറയുന്ന ആബ്സെൻസ് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. സോ നമ്മൾ ഈ ക്ലാസ്സിന് പോയേ പറ്റൂ, വേറെ നിർത്തിയില്ല. ഇന്നത്തെ വെതർ ഒരു രക്ഷയില്ലാത്ത ഗംഭീര വെതറാണ്, അത് പറയാതെ വയ്യ. ശരിക്കും ഞാൻ ഈ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ സ്ക്രബൊക്കെ ഇടേണ്ടതാണ്, പക്ഷേ മറന്നു പോയി എടുക്കാൻ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. പിന്നെ നല്ല ചൂടുള്ള ദിവസമാണ്, അതുകൊണ്ട് ഐ എം വെരി വെരി ഹാപ്പി. ഇനി ക്ലാസ്സിൽ പോട്ടെ. ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ഈ ക്ലാസ് വേഗം തീരും, ഷൂ എന്ന് പറഞ്ഞ് വേഗം തീരും. അപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് ഇനി ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നടക്കാൻ സാധ്യതയില്ല, ഇത് അവസാനത്തെ ക്ലാസ്സാണ് ഈ സബ്ജക്റ്റിൻ്റെ. ഇനി ഇത് കഴിഞ്ഞ പരീക്ഷ ഈ കാണുന്ന ബിൽഡിങ്ങിലല്ലാട്ട ക്ലാസ്. ഇത് B3 ആണ്. B4ലേക്ക് ഇനിയും നടക്കണം. 1:20 സുഭാഷ്. ഇതൊക്കെ ഒരു സുഖമല്ലേ? അറ്റൻഡൻസ് തരണേ എൻ്റെ കർത്താവ്. 15 മിനിറ്റ് വരെ ഈ പുള്ളിക്കാരി കുഴപ്പമില്ല, വൈകി വന്നാലും. നമുക്ക് പോയി നോക്കിയിട്ട് നോക്കാം. അറ്റൻഡൻസ് തരമില്ല. അറ്റൻഡൻസ് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഇറങ്ങും ക്ലാസ്സിലേക്കാണെങ്കിൽ. വിശപ്പല്ല, ഉറക്കം വന്നിട്ട് പാടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ കുറേ ക്ലാസ്സുകൾ ഇന്ന് ഒരുമിച്ച് അങ്ങോട്ട് തീർത്തു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തിരക്കിൻ്റെ കൂട്ടത്തിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തെങ്കിലും ആവട്ടെ, തീർന്നു. ഇന്ന് കുതിരച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. ഇതൊരു പുതിയ കുതിരയാണ്. പുള്ളിയുടെ പേര് വോൾട്ടക്ക. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പുള്ളീനെ എക്സാം ചെയ്യാനായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ആദ്യം കുറേ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യുമല്ലോ. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് നാളത്തേക്ക് പോക്കിനുള്ള പ്രിപ്പറേഷൻസ് അങ്ങോട്ട് ചെയ്തു തുടങ്ങണം. പോക്കിനെ കുറിച്ച് ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും പറഞ്ഞുതരാം. സത്യം പറയട്ടെ, ദർ ഈസ് നോ ഗ്രേറ്റ് ഡേ, വി ഹാവ് ടു മേക്ക് ഗ്രേറ്റ് ഡേ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ദിവസം എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെയാക്കി തീർക്കാം എന്ന് നമുക്കൊരു പരിധി വരെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച കുറേ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചു. അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ പെടാപ്പാട് വിട്ടു. നിങ്ങളെ ഞാൻ അറിയിച്ചില്ല എന്നുള്ളൂ, എൻ്റെ വലിയ മനസ്സ്. എന്നാലും ഒരു പരിധി വരെ നമ്മുടെ ദിവസം അത് എങ്ങനത്തെ ഒരു മോഡിലാക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതിപ്പോൾ എത്ര മോശം ദിവസമാണെങ്കിലും നമ്മൾ കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസം അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ദിവസങ്ങൾ പരമാവധി അടിപൊളിയാക്കാൻ നോക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഞാനേ ക്ലാസ് കഴിഞ്ഞ് പട്ടുപിടിച്ചിറങ്ങിയേക്കാം. എത്ര വേഗം പോട്ടെ. ബസ്സോടെ എനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നു. അപ്പോൾ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക, സെറ്റാക്കുക. പോട്ടെ, ബൈ. കാലത്ത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇനി കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. പരിപാടികളൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ സംഭവം എന്താണെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഒരു സ്ലോട്ടർ ട്രിപ്പ്, ഇൻറ്റേൺഷിപ്പ് പോലത്തെ ഒരു ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. ആ ദിവസം ആകെയാണ്. അതായത് നാളെ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. 4th ഇയറിൽ വെറ്റിനറി മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഉള്ള ഒരു ട്രിപ്പാണ്. ആദ്യം
ഒരു 3 ദിവസത്തെ ട്രിപ്പ്, അത് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ഒരു 3 ആഴ്ചത്തെ ട്രിപ്പ്, 2 ആഴ്ചത്തെ ട്രിപ്പ്, അതെനിക്ക് ഉറപ്പില്ല, അത് ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നമുക്ക് സ്ലോട്ടർ ട്രിപ്പ് ഉണ്ട്. ഒരു ദിവസം ഡയറി മിൽക്ക് പ്ലാന്റിൽ, ഒരു ദിവസം കുതിര അറവുശാലയിൽ, പിന്നെ പിഗ് അറവുശാല, പിന്നെ ഏതൊക്കെ അറവുശാലയിൽ നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല, ഏതൊക്കെ അറവുശാലയിൽ നമ്മൾ അവരുടെ കൂടെ ഇങ്ങോട്ട് പോകും. ഇപ്പം നമ്മളോട് 2 ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും, അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അതേപോലെ വേറെ നമ്മുടെ ഇവിടെ സാനിറ്ററി ബുക്ക് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ 2 ഡോക്യുമെൻറ്റ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ PPE കിറ്റില്ലേ, അതേപോലത്തെ കിറ്റ് കുറച്ച് റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോക്കണം. അക്കോമഡേഷനും അതേപോലെ ട്രാവലും അവർ മാനേജ് ചെയ്തോളും. അപ്പോൾ 3 ദിവസം നമ്മളിനി ഏതോ ഒരു പട്ടിക്കാട്ടിലായിരിക്കും. അപ്പോൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ എന്താ കണ്ടോ, ഇവിടെ അല്ല, സോറി, ഇവിടെ മറിപ്പോയി. ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. 3 ദിവസത്തെ ഡ്രസ്സ് കാര്യങ്ങൾ അവിടെ, ഫുഡ് ഐറ്റംസ് ഇവിടെ, വെള്ളം വരെ മേടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളം മൊത്തം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പാക്കിങ് പകുതിയായി. ഇനിയിപ്പോൾ എന്തിട്ടാണ് വേണ്ട, ഇനിയിപ്പോൾ നാളത്തേക്ക് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോകും. നാളെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് ഓൾറെഡി പാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മളിത് ചിക്കൻ മേടിച്ചതില്ലേ, അതിലൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ കാലത്ത് എണീറ്റ് ഗ്രില്ല് ചെയ്യും. അപ്പോൾ ചിക്കൻ അങ്ങനെ നാളെ വൈകുന്നേരത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. അത് കൂടാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം കഴിക്കാൻ മുട്ട പൊരിക്കുന്നുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. പ്ലസ് ഈ ഹോസ്റ്റലിലെ മാനേജർ എന്നോട് കനിഞ്ഞിരിക്കുകയാണ് ഗൈസ്, പുതിയ സ്റ്റൗ എനിക്ക് തന്നു. അതിന് എത്ര കാലം ഉണ്ടാവും, പിന്നെ റൂം മാറ്റൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ പുതിയ സ്റ്റൗ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിണ്ണൻ സാധനം, ഒന്നും പറയാനില്ല. പുതുപുത്തൻ എൻ്റെ റൈബൻ ഗ്ലാസ് പോലത്തെ എൻ്റെ സ്റ്റൗ. ഇതേപോലെ എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറ്റട്ടെ. വേറെ ഒന്നും എനിക്ക് ഈ പാതിരാത്രി തള്ളി മറിക്കാനില്ല. എല്ലാവരും കിടന്നുറങ്ങ്, ഞാനും കിടന്നുറങ്ങട്ടെ. കാരണം അടുത്ത 3 ദിവസം ഹെക്റ്റിക് ആയിരിക്കും. ഇൻറ്റേൺഷിപ്പ്, അത് എത്ര നേരം ഉറക്കം കിട്ടും, എങ്ങനെയാണ് പരിപാടി, ഒരു പിടിയില്ല. ഇനി അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജോലി, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച പരീക്ഷയുടെ പൂരപ്പറമ്പ്. ഇതിലും പിടിച്ചു നിൽക്കും, ഇതും കടന്നു പോകും. അപ്പം ശരി, ഗുഡ് നൈറ്റ്, ബൈ ബൈ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.